ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാറിൻ്റെ ഏറ്റവും പുതിയൊരു പുതുവത്സര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും കൊളംബിയ ലാബ് കുടുംബത്തിൻ്റെ പുതുവത്സര ആശംസകൾ. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒപ്പം തന്നെ ചിലരെങ്കിലും റെസൊല്യൂഷൻസ് പാലിക്കുന്നവരുമാണ്. മിക്കവരും നമ്മളെല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കുന്നതാണെങ്കിലും ചിലർ മാത്രമേ അത് പാലിക്കാൻ ശ്രമിക്കാറുള്ളൂ. ഒപ്പം തന്നെ ചില വീടുകളിൽ നമ്മളൊരു കാണുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഇടും. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു എക്സ്പെൻസ് പോയിരുന്നത്, ഈ വർഷം എങ്ങനെയായിരിക്കണം നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയാൻ സമയമുണ്ടെങ്കിലും നമ്മുടെ ഒരു ഫാമിലി ബഡ്ജറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സമയമാണത്. ഈ സമയങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വീടുകളിൽ TV ഇല്ലാത്ത, ഫ്രിഡ്ജ് ഇല്ലാത്ത, AC ഇല്ലാത്ത, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ വളരെ റയറാണല്ലേ. പ്രത്യേകിച്ച് ഒരു മോഡുലാർ കിച്ചണൊക്കെ വന്നതിന് ശേഷം എത്രയധികം കറണ്ട് ബില്ല് വരുന്നുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് ആണ്. എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് ശരിയാണല്ലോ, ഈ ചോദ്യങ്ങളൊക്കെ ശരിക്കും ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അതിൻ്റെ ആൻസേഴ്സും ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വീട്ടിൽ സോളാർ പാനൽ വെക്കുന്ന സമയത്ത് ചോദിക്കുന്നൊരു അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സംശയം വരാം. വീട് പണി തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിൽ ഉള്ള വീട്ടിൽ തന്നെ നമ്മൾ സോളാറിൻ്റെ പണിയും കൂടി തുടങ്ങുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കഴിയില്ലേ? രണ്ട് ചിലവും ഒരുമിച്ച് കഴിയും. പക്ഷേ അതെങ്ങനെയായിരിക്കും ചെയ്യുക? സാധാരണ ഒരു പണി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വർഷമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾക്ക് അതിൻ്റെ കറണ്ട് ബിൽ എത്ര വരുന്നു, കണക്ടർ ലോഡ് എത്ര വരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് സോളാർ പാനൽ വെക്കുന്നത്. പക്ഷേ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഇപ്പോൾ ഒരു പഴയ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം എത്ര കറണ്ട് ബില്ല് വരും, എത്രയാണ് അതിൻ്റെ കണക്ടർ ലോഡ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 കിലോ വാട്ടാണോ 5 കിലോ വാട്ടാണോ 10 കിലോ വാട്ടാണോ ഒരു റെസിഡൻഷ്യൽ സോളാറിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതനുസരിച്ച് വെക്കാം. പക്ഷേ കൺസ്യൂമർ നമ്പർ പുതിയതായിട്ടുള്ള, നേരത്തെ അതിന് കൺസ്യൂമർ നമ്പർ പഴയ കൺസ്യൂമർ നമ്പർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊന്ന് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷേ പുതിയതായിട്ട് കൺസ്യൂമർ നമ്പറൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ്, എന്ത് മെഷർമെൻറ്റിലാണ് നമ്മൾ സോളാർ പാനൽ വെക്കേണ്ടത്, എത്ര കിലോ വാട്ടിൻ്റെ വെക്കേണ്ടത്, ആ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇതാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാവുമല്ലോ, അതായത് ഫ്രിഡ്ജ്, AC, അങ്ങനെയുള്ള എല്ലാ ഡിവൈസസും അതിൻ്റെ എല്ലാം വാട്ടേജ്, കപ്പാസിറ്റി, വാട്ടേജ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിന് കണക്ടറോട് എത്രയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എത്ര കിലോ വാട്ട് വെച്ചാലാണ് നമുക്ക് ബെനിഫിഷ്യറി ആവുന്നത് എന്നാലോചിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പണിയും ഒരുമിച്ച് അങ്ങോട്ട് കഴിയും. വീട് പണി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സോളാർ വെക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു പണി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടും ബെനിഫിഷ്യറി തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ അടുപ്പ് കൂട്ടി ആരും ഭക്ഷണം പാകം ചെയ്യില്ല. തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ജനറലി പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവുള്ളൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. വിറക് കൂട്ടി അടുപ്പ് കത്തിച്ചൊന്നും ഭക്ഷണം വയ്ക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ സിറ്റി ലൈഫൊക്കെ ആകുമ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും അങ്ങ് മിംഗിളായിപ്പോവും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പം ഞാൻ സോളാർ വെക്കുന്നത്, ഞാൻ അധികം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെ ഇരുന്നാൽ പോരെ എന്നൊരു ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു മറുപടിയാണ്. ഇപ്പം നമ്മളൊരു വീട് എടുക്കുകയാണ്. ആ വീടിൻ്റെ ആദ്യത്തെ ഭാഗം അടുക്കളയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അടുക്കളയിൽ തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആദ്യം വിറകടുപ്പ് ഉണ്ടായിരുന്നിടത്ത് ഗ്യാസായി, LPG, അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ഇൻഡക്ഷനായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരാൾ മാത്രമുള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ ഗ്യാസൊന്നും വേണ്ട, ഇൻഡക്ഷനിൽ പെട്ടെന്ന് കഴിയും. ഞങ്ങൾ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം പുറത്തുനിന്നാണ് കഴിക്കണേന്ന് പറയുമ്പോൾ മതി. പക്ഷേ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു LPGയുടെ കാര്യം അല്ലെങ്കിൽ ഒരു സ്റ്റവ് ഗ്യാസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എയർ ഫ്രൈ, അതുപോലെ തന്നെ എയർ ഫ്രയർ, പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അടുക്കളയിൽ തന്നെ ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും, പിന്നെ AC ഉണ്ടായിരിക്കും, മൈക്രോവേവ് ഓവൻ ഉണ്ടായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും പ്രത്യേകിച്ച് കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാചകത്തിൽ അത്യാവശ്യം പരീക്ഷിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. ഇതെല്ലാം ഇലക്ട്രിസിറ്റിയിലാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീലിംഗ് ഫാൻ ഉണ്ടായിരിക്കും അടുക്കളയിൽ, അല്ലെങ്കിൽ ഒരു AC ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് വരികയാണെങ്കിൽ TV, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ വീഡിയോ ഗെയിമിൻ്റെ സാധനങ്ങൾ, പ്ലേ സ്റ്റേഷൻസ്, എല്ലാ റൂമുകളിലും ഫാന് അല്ലെങ്കിൽ AC, വാഷിംഗ് മെഷീൻ, ഇത്രയും സാധനങ്ങൾ, ചിലപ്പോൾ ഒരു വാക്വം ക്ലീനർ, ഇൻവേർട്ടർ, ഇതെല്ലാം എല്ലാ വീടുകളിലും ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത വീടുകൾ കാണാൻ പറ്റില്ല. ഇതൊക്കെ ആർഭാടത്തിൻ്റെ കാര്യങ്ങളും ആർഭാടത്തിൻ്റെ ഒരു ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു മിഡിൽ ക്ലാസ് ലൈഫിൻ്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഇത്രയും വരുമ്പോൾ നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നില്ല പറഞ്ഞാലും ശരി, നല്ലൊരു റേറ്റ് തന്നെ കറണ്ട് ബില്ല് വരും. അതുകൊണ്ട് തന്നെ എന്നും നിങ്ങൾക്കൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്നതിൻ്റെ കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കറണ്ട് ബില്ല്, നിങ്ങൾ ഓരോ മാസവും അടയ്ക്കുന്ന കറണ്ട് ബില്ലും മൊത്തത്തിൽ നമ്മൾ 3 കിലോവാട്ടോ 5 കിലോവാട്ടോ എത്രയാണ് ആ ഒരു സോളാർ പാനൽ വെക്കാൻ വരുന്ന കാശ്, ആ ഒരു എമൗണ്ട്. നിങ്ങൾക്ക് PM സൂര്യഘർ വഴിയിട്ട് കൃത്യമായിട്ട് സബ്സിഡി കിട്ടുന്നുണ്ട് 78,000 രൂപ. അതും കൂടി ആലോചിക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ, അതായത് സോളാർ പാനലിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം സോളാറിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സബ്സിഡീസും നല്ല പോളിസീസും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ലോൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും അവൈലബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് വെച്ചുകൂടാ? ഇത് നിങ്ങളുടെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റിനൊപ്പം ഒരു ലൈഫ് ലോങ് സേവിങ്സും കൂടിയാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സേവിങ്സും വേണം അല്ലേ, അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഏതാണ് ബെറ്റർ? നമ്മൾ സോളാർ വേണ്ടാന്ന് തർക്കിക്കുന്നതാണോ അതോ സോളാർ വെച്ചാലോ എന്ന് ആലോചിക്കുന്നതാണോ? ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ സോളാർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കും. എപ്പോഴാണ് ഇതിൻ്റെ ക്ലീനിങ്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സൺലൈറ്റ് ഉണ്ടല്ലോ, സോളാർ പാനൽസിൻ്റെ സെൽസിൽ ആ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് വന്ന് പതിക്കാനൊരു തടസ്സം വരിക. പല റീസൺസ് ഉണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാനൽ ക്ലീനിങ്, വാഷിങ് ഒക്കെ വേണ്ടി വരുന്നത്. ഈ സമയങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പക്ഷികൾ പറന്നു പോകുമ്പോൾ പക്ഷികളുടെ കാഷ്ടം വീണ് അത് വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വീശി ഡസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നല്ല മഴയോ അല്ലെങ്കിൽ കാറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മരങ്ങളുടെ ഇലകൾ വീണിട്ട് അത് ഡസ്റ്റ് ആവാൻ, അല്ലെങ്കിൽ അത് ആ സമയത്ത് ഒരു ചെറിയൊരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ പാനൽ ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ പാനലിൻ്റെ ആ ഒരു പോളിഷ്നെസ് എപ്പോഴും അത് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും, അല്ലെങ്കിൽ ആ പാനൽസിൻ്റെ സെൽസൊക്കെ വൃത്തികേടാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ കൊളംബിയ ലാബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് നമ്മൾ പാനൽ വാഷിങ്ങും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം നമ്മുടെ സർവീസ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് മാത്രമല്ല, നമ്മൾ മുൻപുള്ള എല്ലാ എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വർഷത്തിലൊരു 3 തവണയൊക്കെ പാനൽ വാഷിങ് കൃത്യമായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ തന്നെ അടിപൊളിയായിട്ട് പാനലൊക്കെ നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിലും ഇനി ആർക്കും ടെൻഷൻ വേണ്ട. സോളാറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടുതലായിട്ടും നിങ്ങൾക്ക് തരുന്ന എൻഷുറിറ്റി എന്ന് പറയുന്ന വിശ്വാസ്യത തന്നെയാണ്. ഹാവൽസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഹാവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സോളാർ പാനൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാവൽസിൻ്റെ പ്രോഡക്റ്റിന് 10 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയും 25 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാനൽ വാഷിംഗ് ആയാലും ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയാലും എല്ലാം. 2021 മുതൽ കൊളംബിയ ലാബ് ഹാവൽസിൻ്റെ പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടറാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ കസ്റ്റമറിന് നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോ ബിസിനസ്സും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ്. പ്രീമിയം സർവീസാണ്, അല്ലെങ്കിൽ പ്രീമിയം മാനുഫാക്ചറിങ് സർവീസാണ് ഹാവൽസിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ കസ്റ്റമർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊളംബിയ ലാബിൽ വിളിച്ചിട്ട് അൺഅവൈലബിൾ ആണ് സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണോ ആ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാവൽസിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫ് തന്നെ വന്ന് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് സോൾവ് ചെയ്ത് തരും. അത്രയ്ക്കും പ്രീമിയം ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡേഴ്സും കൂടിയിട്ടാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, ഇത് ലൈഫ് ലോങ് ആണ്, ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്.
ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രീമിയം പ്രോഡക്റ്റ് തന്നെ നമ്മൾ വെക്കണം, അല്ലേ? ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോൺ കോംപ്രമൈസ് ആണ് എല്ലാവരുടെക്കും ഉള്ള ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുറച്ചെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും, അത് EV സ്റ്റേഷനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോളാറിനെ കുറിച്ചിട്ടായിരിക്കാം. EV സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇത്രയും ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു EV കൂടി ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ബില്ലാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ആലോചിക്കേണ്ട, എത്രയും പെട്ടെന്ന് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കോളൂ. നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. എല്ലാ ഡൗട്ടുകൾക്കും എല്ലാ ടെക്നിക്കൽ അസിസ്റ്റൻസിനും നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും.